ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പ്രവാസം എന്നതാണ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്യമാണിത്, പ്രവാസ ജീവിതം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് പ്രവാസികളായി മനുഷ്യരിന്നും പൊയ്ക്കൊണ്ടിരിക്കുന്നു. പഠനം കഴിയുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഓസ്ട്രേലിയയിലേക്കോ യൂറോപ്പിലേക്കോ US-ലേക്കോ എല്ലാം പോകാൻ വേണ്ടി യുവജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ നിർബന്ധിതമായ പ്രവാസത്തിലേക്ക് പലരും പോകേണ്ടി വരുന്നു. ജീവിക്കുന്ന സ്ഥലത്ത് നിവൃത്തിയില്ലാതെ ഒക്കെ പോകേണ്ടി വരുന്നു. ഇങ്ങനെ പ്രവാസം എന്നത് ഇന്നും നടക്കുന്നു. എന്നാൽ ചരിത്രത്തിൻ്റെ ഭാഗത്തിൽ ആദ്യമായി നമ്മൾ കാണുന്നത് അബ്രഹാമിലൂടെയുള്ള പ്രവാസത്തെയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് ദൈവവചനം നമ്മൾ കാണുക. കർത്താവ് അബ്രഹാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്വമുള്ളതാക്കും. ഇത് ദൈവം അബ്രഹാമിനെ വിളിച്ച് ഒരു ദേശത്തേക്ക്, അബ്രഹാം അന്നുവരെ കാണാത്ത ഒരു ദേശത്തേക്ക് പ്രവാസ ജീവിതത്തിലേക്ക് നയിക്കുകയാണ്. ഒരു പക്ഷേ ഒരു 10-40 വർഷം മുമ്പ് ആദ്യ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ നിന്നുള്ളവർ ബോംബെക്കൊക്കെ പോവുക അല്ലെങ്കിൽ ഡൽഹിക്ക് പോവുക എന്നുള്ളതായിരുന്നു അവരുടെ സ്വപ്നം അല്ലെങ്കിൽ ജീവിതം. എന്നാൽ പിന്നീട് കേരളത്തിലുള്ളവർ മിഡിൽ ഈസ്റ്റിലേക്ക് പോവുക, ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ആ പ്രവാസത്തിലേക്ക് അവർ പോയത് അവരറിയാത്ത നാട്, അറിയാത്ത പ്രദേശം, അല്ലെങ്കിൽ അവിടുത്തെ ഭാഷ എന്താണെന്നറിയില്ല, അവിടെ ചെല്ലുമ്പോൾ ജീവിതം എന്താണെന്നറിയില്ല. ഇങ്ങനെ ഒന്നും അറിയാത്ത പ്രദേശത്തേക്ക് കപ്പലിലൂടെയോ വിമാനത്തിലൂടെയോ എല്ലാം യാത്ര ചെയ്ത് 50 വർഷങ്ങൾക്ക് മുമ്പോ 40 വർഷങ്ങൾക്ക് മുമ്പോ പ്രവാസത്തിലേക്ക് പോയ മനുഷ്യരെ നമുക്കറിയാം. അവരുടെ ഒരു തലമുറ കഴിഞ്ഞ് ഇന്നും അവിടെ പല രാജ്യങ്ങളിൽ ജീവിക്കുന്നത് നമുക്കറിയാം. അവരോട് ചോദിക്കുമ്പോൾ പലരും ഇന്ന് പറയുന്ന ഒരു വചനമുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു വാക്യമുണ്ട്. പലരും ദൈവത്തെ മാത്രം ആശ്രയിച്ചാണ് പോയത്. ദൈവം ഞങ്ങളോടെ ഉണ്ടാകും, ദൈവം ഞങ്ങളെ കരുതുമെന്ന് മാത്രമാണ് കടൽ കടക്കുമ്പോൾ ഈ 7 കടലിനക്കരയ്ക്ക് പോയപ്പോൾ പലരോടും, ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പലരോടും നമ്മൾ സംസാരിക്കുമ്പോൾ പറയും, അപ്പനെയോ അമ്മയോ ഒന്ന് ഫോൺ വിളിച്ചറിയിക്കാനുള്ള സംവിധാനം ഇന്നത്തെ പോലെ ഇല്ല. ടെലിഗ്രാം അടിച്ചാലോ എഴുത്തെഴുതിയാലോ മാസങ്ങൾ കൊണ്ടായിരിക്കാം അവിടെ ചെല്ലുക. വീട്ടിലൊരു മരണം നടന്നാൽ ഇവരറിയുന്നത് ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞാകാം. ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി ഒന്നും അറിയാത്ത ദേശത്തേക്ക് പോയ അനേകം പ്രവാസികളുടെ ജീവിതങ്ങൾ നമ്മൾ എപ്പോഴും കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഇവിടെ നമ്മൾ കാണുക, ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായി അബ്രഹാമിനെ ദൈവം വിളിക്കുകയും നിൻ്റെ ദേശത്തുനിന്നും നിൻ്റെ സഹോദരങ്ങളിൽ നിന്നെല്ലാം വിട്ടകന്ന് ഞാൻ കാണിച്ചു തരുന്ന ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരുന്ന പ്രദേശത്തേക്ക് നീ വരണമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം അത് വിശ്വസിക്കുകയും ദൈവം വിളിച്ചതാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് തൻ്റെ ദേശത്തെ വിട്ടുകൊണ്ട് ദൈവം കാണിച്ചു തരുന്ന പ്രദേശത്തേക്ക്, ആ പ്രദേശം എന്താണെന്നറിയില്ല, അവിടുത്തെ ഭാഷ എന്താണെന്നറിയില്ല, അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും ജീവിതം എന്നറിയില്ല, ഒന്നും അറിയാത്തൊരു സ്ഥലത്തേക്ക് അബ്രഹാം കടന്നു പോകുന്ന ഒരു അനുഭവമാണ് നമ്മൾ ആദ്യമായി പ്രവാസ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുക. ഇവിടെ അതേ അനുഭവമുള്ള ആയിരക്കണക്കിന് മനുഷ്യരുടെ ഇടയിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു പക്ഷേ അവർ നിസ്സഹായരായി ഒന്നുമല്ലാത്ത സ്ഥലത്ത് ചെന്ന് ആരോടും സംസാരിക്കാനില്ലാതെ, പ്രത്യേകിച്ച് മരുഭൂമിയിലൂടെ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടപ്പോൾ അവർ പറയുകയാണ്, ദൈവാരാധന നിഷേധിക്കപ്പെട്ട ഒരു സ്ഥലത്തായിരുന്നു ഇവർ ആദ്യമായിട്ട് പോയിരുന്നത്. അവിടെ ചെന്നപ്പോൾ അവിടെ കുറച്ചേറെ പേര് രഹസ്യമായി പക്ഷേ ദൈവത്തെ സ്തുതിക്കുകയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അവരൊരു മുറിയിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മുറിക്ക് പുറത്ത് കാവൽ, റോട്ടിൽ കാവൽ, അവിടെ നിന്ന് 1 കിലോമീറ്ററിന് അപ്പുറേ വീണ്ടും കാവൽ. കാരണം അവർ പ്രാർത്ഥിക്കുമ്പോൾ ഇത് അനുവദനീയമല്ലാതെ എന്തെങ്കിലും കാരണവശാൽ നിയമപരമായി പ്രശ്നമുണ്ടായാൽ അതിന് അവർക്ക് ഭയമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഒരു പരിധിവരെ എല്ലാ സ്ഥലങ്ങളിലും ദൈവാരാധനയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ 50 വർഷത്തേന് പുറകോട്ടെടുത്താൽ പല രാജ്യങ്ങളിലും അവനവൻ്റെ ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്ത പല സ്ഥലങ്ങളും രാജ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം ഹൃദയത്തിൽ മാത്രം അനുഭവിച്ചുകൊണ്ട് എന്നും നമ്മളിപ്പോൾ ഇവിടെ സാധാരണ നമ്മുടെ ഒരു പ്രദേശത്ത്, നമ്മുടെ ഈ നാട്ടിലൊക്കെ പ്രത്യേകിച്ചും 1 കിലോമീറ്ററിൽ നമ്മൾ 2 ദേവാലയം കാണുന്നുണ്ട്. ഒരു ദേവാലയത്തിൽ 3 കുർബാനയ്ക്കുള്ള സാഹചര്യം കണ്ടു വളർന്ന് നമുക്ക് ദേവാലയമോ വിശുദ്ധ കുർബാനയോ അതർപ്പിക്കാനുള്ള സാഹചര്യങ്ങളോ ഇല്ലാത്ത രാജ്യത്ത് ജീവിക്കുന്നവരുടെ ആ വേദനയോ കണ്ണുനീരോ ചിലപ്പോൾ ഒരു പക്ഷേ മനസ്സിലാകണമെന്നില്ല. അവരൊന്നിച്ചൊന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ, അല്ലെങ്കിൽ ഒരു ആഘോഷങ്ങളിൽ ഒന്നിച്ചൊന്ന് പങ്കിട്ട് ദൈവത്തോടു കൂടി ഒരു ആഘോഷം നടത്തുവാനൊക്കെ പലപ്പോഴും പല സ്ഥലത്തും സാധിക്കാതെ വന്നിട്ടുണ്ട്. പലർക്കും സാധിക്കുന്ന രാജ്യമാണെങ്കിൽ അവിടെ ദേവാലയം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ
ദൈവത്തിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അബ്രഹാമിൻ്റെ യാത്ര പോലെ തന്നെ പോയ അനേകം പ്രവാസികളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. അതാണ് പ്രവാസ ജീവിതത്തിൽ ഒന്നാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. ദൈവം വിളിച്ച് ഒരു മനുഷ്യനെ തൻ്റെ ദൗത്യത്തിന് വേണ്ടി തന്നിലൂടെ ആ അബ്രഹാമിലൂടെ തൻ്റെ ജനതയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഒരു പ്രദേശം അബ്രഹാമിന് സ്വന്തമായി നൽകുന്നതിന് വേണ്ടി അതിലൂടെ ഒരു ജനതയെ ദൈവത്തിൻ്റെ സ്വന്തം ജനതയായി വളർത്തുന്നതിന് വേണ്ടി ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നതിന് വേണ്ടി ദൈവം ചിലരെ തിരഞ്ഞെടുത്ത് വിളിച്ച് അവരാരും ചിന്തിക്കാത്ത സ്ഥലത്തേക്ക് വിടുന്നതിൻ്റെ പേര് പ്രവാസം എന്നാണ്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട പ്രവാസ രീതി. എന്നാൽ രണ്ടാമത് മറ്റൊരു പ്രവാസ രീതിയെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതും ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് തന്നെ. അത് മറ്റൊരു വ്യക്തിയുടെ പ്രവാസമാണ്. അത് അബ്രഹാമിൻ്റെ പുത്രനായ ഇസഹാക്കിൻ്റെ പുത്രനായ യാക്കോബിൻ്റെ പുത്രനായ ജോസഫിൻ്റെ പ്രവാസ ജീവിതമാണ്. നമുക്കറിയാം, യാക്കോബ് തൻ്റെ മക്കളിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ജോസഫിനെയായിരുന്നു. ആ ഒറ്റ കാരണത്താൽ തന്നെ സഹോദരങ്ങളെല്ലാം ജോസഫിനെ വെറുക്കുകയും ജോസഫിനോട് അസൂയ തോന്നിയതിൻ്റെ പേരിൽ സഹോദരങ്ങളെ പൊട്ടക്കിണറ്റിൽ തള്ളിയിടുകയും ആ പൊട്ടക്കിണറ്റിൽ കിടന്നപ്പോൾ തന്നെ ഒരു ഈജിപ്റ്റുകാരൻ്റെ കൂടെ ഈജിപ്റ്റുകാരനെ ഇവിടുന്ന് രക്ഷിക്കുകയും അവിടേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവിടെ പൊത്തിഫറിൻ്റെ അടുത്തേക്ക് വിൽക്കപ്പെടുന്നു. പൊത്തിഫർ പൈസ കൊടുത്ത് മേടിക്കുകയാണ് ജോസഫിനെ. അതിൻ്റെ ചരിത്രമെല്ലാം നമുക്കറിയാം. അവിടെ എന്താണ് പിന്നെ സംഭവിക്കുക? പ്രവാസ ജീവിതത്തിലേക്ക് ജോസഫ് പോവുകയാണ്. അവിടെ സഹോദരങ്ങൾ ഉപേക്ഷിച്ചു, സഹോദരങ്ങളാൽ തിരസ്കരിക്കപ്പെട്ടു. അതിൻ്റെ ഉത്തരമായി പ്രവാസത്തിലേക്ക് പോകുന്നു. ആരും അറിയാത്ത, തൻ്റെ സ്വന്തക്കാരാരുമില്ലാത്ത ഈജിപ്തിൽ ജോസഫ് ചെല്ലുകയാണ്. എന്നാൽ അവിടെ ജോസഫിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അകത്ത് പല വട്ടം ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ജോസഫിൻ്റെ എല്ലാ കാര്യങ്ങളിലും ദൈവം കൂടെ നിന്നു. ദൈവം സ്വപ്നങ്ങളിലൂടെ ജോസഫിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. പ്രവാസത്തിലാണ്, സഹോദരങ്ങൾ തള്ളി, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു, ആരുമില്ലാതെ തെറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട് തടവറയിൽ കിടക്കേണ്ടി വന്നു. എങ്കിലും ഈ ജോസഫ് ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ 39-ാം അധ്യായത്തിലാണ്. പൊത്തിഫറിൻ്റെ വിലയ്ക്ക് വാങ്ങുന്ന ജോസഫ്. പലപ്പോഴും ജീവിതത്തിൽ നമ്മളും ഇത് കണ്ടിട്ടുണ്ട്. സഹോദരങ്ങൾ, ബന്ധുക്കൾ അല്ലെങ്കിൽ നാട്ടിൽ ഒരു പക്ഷേ ചതിക്കപ്പെട്ട് കടം കയറി പ്രവാസത്തിലേക്ക് പോയവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ ആരെങ്കിലുമൊക്കെ കൈവശപ്പെടുത്തിയിട്ട് ഒറ്റപ്പെട്ടതിൻ്റെ പേരിൽ വീണ്ടും എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിക്കാൻ വേണ്ടി പ്രവാസത്തിലേക്ക് പോകുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ജോസഫിൻ്റെ ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ തടവറയിൽ കിടക്കുന്ന ജോസഫ് അവിടെ കിടന്നുകൊണ്ട് സ്വപ്നത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ആ സ്വപ്ന വ്യാഖ്യാനമാണ് ജോസഫിൻ്റെ ജീവിതം മാറ്റുന്നത്. അടിമയായി പോയ ജോസഫ് ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അധികാരിയാക്കി മാറ്റി ദൈവം. അതായത് രാജാവ് കഴിഞ്ഞാൽ ഏറ്റവും സ്ഥാനമുള്ള അധികാരിയായി ജോസഫ് മാറുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ പ്രവാസ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും പലരോടും സംസാരിക്കുമ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. 10ാം ക്ലാസ് പഠിച്ചിട്ടോ അല്ലെങ്കിൽ അത്യാവശ്യം പ്രീ ഡിഗ്രിയൊക്കെ പഠിത്തമായിട്ട് പല രാജ്യങ്ങളിലേക്ക് പോയി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചു. സഹോദരങ്ങളെ കരുതാൻ വേണ്ടി പോയി. പെങ്ങന്മാർ 3-4 പേരുണ്ട്. അവരുടെ പഠിത്തമുണ്ട്, അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും ചെയ്യണം. അതോടൊപ്പം അവരെ കല്യാണം കഴിച്ചയപ്പിക്കണം. മൂത്ത ആങ്ങളെയായിരിക്കും. അതിനുവേണ്ടി ആരും അറിയാത്ത മരുഭൂമിയിലേക്കോ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു പക്ഷേ പച്ച വിരിച്ച പുൽമേടൊന്നും അല്ല കിട്ടുന്ന. പല ആദ്യകാലത്ത് പോയ പലരോടും പറയുമ്പോൾ അവർ പറയും, ഞങ്ങൾ കിടന്നപ്പോൾ AC മുറിയിലല്ല കിടന്നത്, ഞങ്ങൾ പൈപ്പിലെ വെള്ളമാണ് കുടിച്ചത്. അത് നല്ലതാണോ ചള്ളാണോ എന്ന് ഞങ്ങൾക്ക് നോക്കാനുള്ള നിവൃത്തിയില്ലായിരുന്നു. കിട്ടുന്ന ശമ്പളം മുഴുവൻ വീട്ടിലേക്ക് അയക്കണമായിരുന്നു. കാരണം വീട്ടിൽ 5-6 അംഗങ്ങളുള്ള ഒരു വീടാണ്. അവരെല്ലാവരും നോക്കിയിരിക്കുന്ന ഈ ശമ്പളം ചെല്ലാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു പക്ഷേ വെറുതെ ഒരു ബ്രെഡോ ഒരു ബണ്ണോ ഒക്കെ കഴിച്ച് വെള്ളം കുടിച്ച് അവിടെ ജീവിച്ചിട്ട് ആ പൈസ മുഴുവൻ നാട്ടിലേക്ക് കുടുംബത്തിന് വേണ്ടി അയച്ചു കൊടുത്ത സാധാരണക്കാരായ പാവപ്പെട്ടവരായ പ്രവാസികളുടെ ജീവിതാനുഭവങ്ങൾ 100 കണക്കിന് നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ ഒരു പക്ഷേ നിസ്സഹായരായിരുന്നു. അവിടെ അവർക്ക് ആശ്രയിക്കാൻ ആകെ ദൈവമേ ഉള്ളായിരുന്നു. പലരും പറയുമ്പോൾ നമ്മളോട് പറയാറുണ്ട്, പലരും പല വിധത്തിലാണല്ലോ മനുഷ്യരുടെ ജീവിതം. ഒരു പക്ഷേ ചിലരൊക്കെ മദ്യപിച്ച് വൈകിട്ട് കിടന്നുറങ്ങുമ്പോൾ ഇവർ കുറച്ച് പേരിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കാൻ സ്ഥലമൊന്നുമില്ല.
പക്ഷെ മനസ്സിൽ മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റൂ. ഒരു മുറിയിൽ 6 രാജ്യക്കാരായിരിക്കും ചിലപ്പോൾ കിടക്കുന്നത്. വിശ്വാസം തന്നെ പലതായിരിക്കും. അവിടെ ഉറക്കെ പ്രാർത്ഥിക്കാനൊന്നും അവസരം കാണില്ല. എന്നാൽ ഹൃദയത്തിൽ ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ഹൃദയം കാണുന്ന ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം ജോലിക്ക് പോകുമ്പോൾ AC ഇല്ലാത്ത വണ്ടിയിൽ 40-50 ഡിഗ്രി ചൂടിൽ ജോലിക്ക് പോയ മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളാണ് പ്രവാസം. ഇതിൻ്റെ എല്ലാം ഉത്തരമാണ് നമ്മളൊരു പക്ഷേ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ നാടിനെയൊക്കെ പറഞ്ഞാൽ കേരളത്തിൻ്റെയൊക്കെ സമ്പദ് വ്യവസ്ഥിതിയെ തന്നെ മാറ്റിയത് ഈ സാധാരണക്കാരായ പ്രവാസികൾ അന്യരാജ്യത്ത് പോയി അധ്വാനിച്ച് അവരയച്ച സമ്പത്താണ് ഇവിടെ നല്ല വീടുകൾ പലതും ഉണ്ടായത്, ഇവിടെ നല്ല വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യങ്ങളുണ്ടായത്. ഇവിടെ പല ഹോസ്പിറ്റലും പണിതപ്പോൾ ഇവർ കൊടുത്ത ഓരോ പൈസയും അതിൻ്റെ ആണിക്കല്ലുകളായി മൂലക്കല്ലുകളായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ജീവിതത്തെ ഹോമിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ജോസഫിൻ്റെ ജീവിതം അതായിരുന്നു. എന്തിനു വേണ്ടിയാണ് ജോസഫ് അവിടെ പോകേണ്ടി വന്നത്? അനേകം പേർക്ക് അനുഗ്രഹമാകാനാണ്. അത് പിന്നീട് കാണാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞ, ബന്ധങ്ങൾ തള്ളിക്കളഞ്ഞ് നിസ്സഹായമായി, ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഒരാളുടെ ജീവിതാനുഭവം എന്നോട് പറയുണ്ടായി. വളരെയധികം നന്നായിട്ട് കുടുംബത്തെ നോക്കിയൊരു വ്യക്തി, ഒത്തിരിയേറെ സ്നേഹിച്ച് സമ്പാദിച്ചതെല്ലാം കുടുംബത്തിലേക്ക് ഓരോന്നോരോന്നായി ചെയ്ത വ്യക്തി. പക്ഷേ ചില ബന്ധങ്ങളുടെ വിള്ളലുകൾ മൂലം ആ വ്യക്തി ഒത്തിരിയേറെ വേദനിക്കേണ്ടി വന്നപ്പോൾ പ്രവാസത്തിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. പ്രവാസത്തിലേക്ക് പോകുമ്പോൾ ബാങ്കിൽ അക്കൗണ്ടിൽ ഒന്നുമില്ല. യാത്രയ്ക്കുള്ള പൈസ വരെ കടം മേടിച്ച് പ്രവാസത്തിലേക്ക് പോയി. പക്ഷേ ആ വിമാനത്തിലിരുന്നു കൊണ്ട് എന്നോട് പറഞ്ഞ അനുഭവമാണ്. വിമാനത്തിലിരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അധ്വാനിച്ചതെല്ലാം വിശ്വസിച്ചവരുടെ കയ്യിലാണ്. ഒന്നും സ്വന്തമായില്ല, ബാങ്ക് അക്കൗണ്ടില്ല, നല്ലൊരു ഡ്രസ്സില്ല, ജീവിതത്തിലൊന്നുമില്ല. ഈ വിമാനത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവമേ, തിരിച്ച് ഈ വിമാനത്തിൽ ഞാൻ കയറുമ്പോൾ എനിക്ക് 1000 രൂപയിലും എൻ്റെ കയ്യിൽ ഉണ്ടാകുന്ന രീതിയിൽ എന്നെ ദൈവം അനുഗ്രഹിക്കണമേ. ഒരു ആവശ്യം വരുമ്പോൾ, ഒരു രോഗം വന്നാൽ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാലും എൻ്റെ കയ്യിൽ 1 രൂപ ഉണ്ടാകുന്ന പോലെ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു പോയ ഒരു വ്യക്തിയുടെ അനുഭവം ഞാൻ ഈ ദിവസങ്ങളിൽ കേൾക്കുകയുണ്ടായി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പല വാതിലുകൾ ദൈവം തുറന്നു കൊടുത്തു. ഒരു ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം ഓവർ ടൈം പിന്നെയും ചെയ്യാനുള്ള സാധ്യതകൾ, അങ്ങനെയെല്ലാം അധ്വാനിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും പറ്റുമെങ്കിൽ വിശുദ്ധ കുർബാനയിലേക്ക് എല്ലാം ഓടിയിണങ്ങുകയും ചെയ്ത ആ വ്യക്തി പറയുകയാണ്, 10-20 വർഷം കൊണ്ട് ദൈവം എനിക്ക് നല്ലൊരു ഭവനം തന്നു, എനിക്ക് ജീവിക്കാനുള്ള സിറ്റുവേഷൻ എല്ലാം തന്നു, അമിതമായിട്ടുണ്ടായെന്നല്ല, എന്നാൽ ജീവിക്കാൻ ദൈവം തന്നു. ഇതാണ് ദൈവത്തിൻ്റെ കരുതൽ. എല്ലാവരും ഉപേക്ഷിച്ച് പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുമ്പോഴാണ് അവിടുന്ന് നിന്നെ രക്ഷിക്കാനായി വരുന്ന ഒരു ദൈവത്തെ കാണേണ്ടത്. അപ്പോൾ നമ്മളിവിടെ കൊണ്ട് ജീവിതം അവസാനിച്ചെന്നല്ല ഓർക്കണ്ടേ. ജോസഫിന് അവിടെ വേണേൽ അങ്ങനെ ഓർക്കായിരുന്നു, എൻ്റെ സഹോദരങ്ങളെല്ലാം കൂടെ എന്നെ പൊട്ടക്കിണറ്റിൽ തള്ളിയല്ലോ, അതുകൊണ്ട് എനിക്കിനി ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് ഓർക്കായിരുന്നു. തടവറയിൽ കിടന്നുകൊണ്ട് ഓർക്കായിരുന്നു, ഇനി ഞാൻ എന്തിന് ജീവിക്കണം, തെറ്റ് ചെയ്യാതെ ഞാൻ ഈ അന്യരാജ്യത്ത് വന്ന് ജയിലിലായല്ലോ. എത്രയോ രാജ്യത്ത് പല വിധത്തിലുള്ള ജയിലുകളിൽ കിടക്കുന്ന മനുഷ്യരെ നമുക്കറിയാം. അറിഞ്ഞോ അറിയാതെയോ പറ്റിയ അബദ്ധങ്ങൾ കൊണ്ടോ തെറ്റുകൾ കൊണ്ടൊക്കെ. ഇനി പുറം ലോകമുണ്ടോ എന്ന് അവർക്കറിയില്ല, പുറം ലോകം കാണാൻ പറ്റുമോ എന്ന് അവർക്കറിയില്ല. അവിടെ നിൽക്കുന്നിടത്തുനിന്നും രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളതിൻ്റെ അർത്ഥം ഈ ഉൽപ്പത്തി പുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ് ജോസഫിൻ്റെ അനുഭവത്തിലൂടെ. അപ്പോൾ ആദ്യത്തെ പ്രവാസം നമ്മൾ കണ്ടു, അബ്രഹാമിൻ്റെയാണ്. അത് ഒരു വലിയ ജനതയാക്കാൻ ദൈവം വിളിച്ച് മറ്റൊരു ദേശത്തേക്ക് കൊണ്ടുപോയ പ്രവാസമാണ്. രണ്ടാമത്തെ പ്രവാസ ജീവിതത്തിലേക്ക് പോയ ജോസഫിനെ നമ്മൾ കണ്ടു. അത് ജോസഫ് മനസ്സറിഞ്ഞ് പോയതല്ല, സഹോദരങ്ങൾ തള്ളിയിട്ട് പൊട്ടക്കിണറ്റിലിട്ടപ്പോൾ അവിടുന്ന് പോകേണ്ടി വന്നതാണ്. അങ്ങനെ പോയ ജോസഫ് എവിടെ ചെന്നെത്തി? ഗവർണറായി മാറി, ആ രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തുന്ന വ്യക്തിയായി മാറി. ഇനി മൂന്നാമത്തെ ഒരു പ്രവാസം എന്ന് പറയുന്നത്, അത് നമുക്ക് കാണാൻ പറ്റുന്നത് ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായത്തിലാണ്. അത് ജോസഫിൻ്റെ സഹോദരന്മാർ അപ്പനൊക്കെ കൂടെ വരുന്ന പ്രവാസമാണ്. നമ്മളിപ്പോൾ കണ്ടു, ജോസഫ് ഈജിപ്തിൽ ചെന്നു. ജോസഫിന് രാജാവിന് ഇഷ്ടമായി, സർവ്വ അധികാരവും കൊടുത്തു. ജോസഫിൻ്റെ കൂടെ അവിടെ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് നിന്നു. നമുക്ക് കൃത്യമായിട്ടറിയാം, ഈജിപ്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ലോകം മുഴുവൻ ഏറ്റവും വലിയ ദാരിദ്ര്യം വന്നു. അതികഠിനമായ ദാരിദ്ര്യത്തിൻ്റെ അകത്ത് ജോസഫ് അവിടെ കരുതി വെച്ച സ്വപ്നം കണ്ടതാണല്ലോ. നമുക്കറിയാം, കതിർ കറ്റകളെല്ലാം തീർന്നു പോകുന്നതും അവിടെ ദാരിദ്ര്യം വരുന്നതും ജോസഫിൻ്റെ സ്വപ്നത്തിലൂടെ ദൈവം കാണിച്ചു കൊടുക്കുന്നു. അതനുസരിച്ച് ഈജിപ്തിൽ ധാന്യങ്ങൾ കൂട്ടിവെച്ച ജോസഫ്, അപ്പം മറ്റ് രാജ്യങ്ങളെല്ലാം പട്ടിണി അനുഭവിച്ചപ്പോൾ അവിടെ ഇഷ്ടം പോലെ ഭക്ഷണമുണ്ടായിരുന്നു. അവിടേക്കാണ് ആരാണോ ഉപേക്ഷിച്ചതെങ്കിൽ അവരറിയാതെ അവിടേക്ക് കടന്നു വരികയാണ്. ജോസഫിൻ്റെ സഹോദരങ്ങളും അപ്പനും ജോസഫിൻ്റെ അടുത്തേക്ക് വരുന്നു. എന്തിനു വേണ്ടി? ഭക്ഷണം തേടി. അതാണ് മൂന്നാമത്തെ പ്രവാസം. ഭക്ഷണമില്ലാഞ്ഞിട്ട് പ്രവാസത്തിലേക്ക് പോവുകയാണ്. അന്നം തേടി പോവുകയാണ്. ഇത് ആരാണ്? ഒരു കുടുംബമാണ് പോകുന്നത്. അന്നെങ്കിൽ ഇന്ന് ആയിരക്കണക്കിന് മനുഷ്യർ ഈ ദിവസങ്ങളിൽ പോലും
ജോലിക്ക് വേണ്ടി പോയിട്ട് കബളിപ്പിക്കപ്പെടുന്ന കഥ നമ്മൾ കേൾക്കുന്നു. അന്നത്തിന് വേണ്ടിയാണ് അവർ പോവുക, ജീവിക്കാൻ വേണ്ടിയാണ് പോവുക. ഒരു കുടുംബമുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്, പഠിപ്പിക്കാൻ നിവൃത്തിയില്ല. പല വീട്ടിലെയും ഇങ്ങനെയൊക്കെ പോകുന്നവരുടെ ജീവിതം പഠിക്കുമ്പോൾ ഭർത്താവ് രോഗിയാണ്. അതുകൊണ്ട് ഭാര്യ ഏതെങ്കിലും വീട്ടുവേലയ്ക്ക് നിന്നിട്ടാണെങ്കിലും കിട്ടുന്ന പൈസ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ വളർത്താമെന്ന് കരുതി പോവുകയാണ്. അന്നം തേടി, ജീവിതം തേടി, ജീവിതമാർഗം തേടി, അന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി പ്രവാസത്തിലേക്ക് പോകുന്ന അനേകം മനുഷ്യരുടെ ഒരു വലിയ സ്റ്റാർട്ടിങ് എന്നൊക്കെ വേണേൽ പറയാം. ഭക്ഷണം തേടിപ്പോയ യാക്കോബും മക്കളും. യാക്കോബൊക്കെ സമ്പന്നമായിട്ട് ജീവിച്ചവരായിരുന്നെങ്കിലും അവർ എല്ലാം തകർന്ന് ഭക്ഷണമില്ലാതെ വരുന്ന ഒരു ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഭക്ഷണമില്ലാതെ വരുന്നു. അവർ ഈജിപ്തിലേക്ക് പോകുന്നു. നമ്മളെല്ലാവരും ഇവിടെ ചിന്തിക്കേണ്ടത്, ഇനി നീ രക്ഷപ്പെടുകയല്ല, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവനേ ശരിയാകില്ല എന്നൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ ഇവനെ തള്ളിക്കളഞ്ഞ അവൻ്റെ അടുത്തേക്ക് ദൈവം ചിലപ്പം നമ്മളെ പലരെയും വിടുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് ജീവിതത്തിൽ ഇന്നും കാണാറുണ്ട്. ചിലപ്പോൾ ഒരു 10 മക്കളുള്ള വീടായിരിക്കും, 8 പേരും നല്ല കഴിവുള്ളവരായിരിക്കും. ഇവരെല്ലാം ഭയങ്കര മിടുക്കന്മാരാകുന്നു. വലിയ കഴിവില്ലാത്ത ഇവൻ ശരിയാകുകയെന്ന് ഓർക്കുന്ന അവൻ ചിലപ്പോൾ ചെയ്യുന്ന ചെറിയ ചിലയിടത്തൊക്കെ നമ്മൾ നേരെ കണ്ടിട്ടുണ്ട്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെക്കാളും നല്ല സമ്പന്നതയിൽ 10ാം ക്ലാസ് പോലും പാസ്സാകാത്തവൻ ചെറിയ കൃഷിയും ചെയ്ത് ചെറിയ കച്ചവടം നടത്തിയിട്ട് അവനും ജീവിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരാളുടെ കഴിവ് കൊണ്ട് മാത്രമല്ല ഒരാളുടെ ജീവിത വിജയം, ദൈവം തീരുമാനിക്കുന്നതും കൂടെയാണ്. അതനുസരിച്ചും കൂടെയാണ് നമ്മൾ പ്രയത്നിക്കുന്നതോടൊപ്പം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നമ്മളോട് ഉള്ളപ്പോഴാണ് എന്താണ് ഈ ലോകത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളൊരു വലിയ തെളിവാണ്. ജോസഫ് എല്ലാവരും തിരസ്കരിക്കപ്പെട്ടെങ്കിൽ ജോസഫിൻ്റെ അടുത്തേക്ക് ഈ സഹോദരങ്ങൾ ചെല്ലേണ്ടി വരികയാണ് അറിയാതെ. അവിടെ ചെല്ലുന്ന എന്തിനു വേണ്ടിയാണ്? ഭക്ഷണത്തിന് വേണ്ടിയാണ്. ആ ഭക്ഷണം കൊടുക്കുമ്പോൾ ജോസഫ് പക്ഷേ അവരെ വേദനിപ്പിക്കാതെ, അവരെ കുറച്ച് കാണിക്കാതെ, അവരെ അപമാനിക്കാതെ, അവരെ ചെറിയൊരു കുഞ്ഞ് ശിക്ഷണം പോലെ ചെറിയൊരു കളിപ്പീരൊക്കെ കളിപ്പിക്കുന്നുണ്ട് അവരെ പറഞ്ഞൊക്കെ. അതുപോലെ തന്നെ അവരുടെ ബാഗിൽ ഇവരെ ചെറിയ ശിക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ഹൃദയത്തിൽ അവരെ സ്നേഹിച്ചുകൊണ്ട് അപ്പനെയും സഹോദരങ്ങളെയും പൊന്നുപോലെ ചേർത്ത് വെച്ചുകൊണ്ട് അവരെ ഭക്ഷണത്തിന് വേണ്ടി കടന്നു വന്ന അവരെ ആ രാജ്യത്ത് പാർപ്പിക്കുന്ന ജോസഫിനെയാണ് നമ്മൾ കാണുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഒരു പക്ഷേ നമ്മളെ ചില സമയങ്ങളിൽ വേദനിപ്പിക്കുകയോ അപമാനിക്കുകയോ തിരസ്കരിക്കുകയോ പൊട്ടക്കിണറ്റിൽ തള്ളിയിടുകയോ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെയാണ് നമ്മളെ ഒരു രാജ്യത്ത് കൊണ്ടുപോയി ഗവർണറാക്കി വെക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കണം. ചിലപ്പോൾ ചിലർ പറഞ്ഞ അപമാനം കൊണ്ടോ കുറ്റം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ കളിയാക്കൽ കേട്ടിട്ടായിരിക്കും നമ്മൾ ഈ സംവിധാനത്തിൽ നിന്ന് മാറി വേറൊരു സംവിധാനത്തിലോട്ട് ചെന്ന് ചാടുന്നത്. അവിടെ നിന്നായിരിക്കും നമ്മൾ രക്ഷപ്പെടുന്നത്. അപ്പോൾ ഒരുപക്ഷെ നമ്മളെ കളിയാക്കിയ വ്യക്തി കാരണമായി നമ്മുടെ ജീവിതത്തിന് മാറ്റം വന്നത്, നമ്മൾ രക്ഷപ്പെട്ടത്. അപ്പോൾ ചില കളിയാക്കലോ അപമാനം പോലും നമ്മുടെ രക്ഷയ്ക്കായിട്ട് മാറിപ്പോകാം. അതുകൊണ്ട് കളിയാക്കിയവരോ ഒന്നുമല്ല ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ശത്രുക്കളായിട്ട് നമ്മൾ ഒരിക്കലും കാണരുത്. ചില സ്ഥലത്ത് ചില പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ചില പ്രതിസന്ധികളാണ് നമ്മളെ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ നമ്മളെ പല യാത്രയ്ക്ക് പ്രേരിപ്പിച്ചത്. ആ യാത്രയാണ് ജീവിതത്തിൽ വഴിത്തിരിവായത്. ആ വഴിത്തിരിവാണ് ജീവിതത്തിൽ നമ്മളെ മറ്റൊരു പൊസിഷനിലേക്ക് കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് തന്നെ എവിടുന്ന് എപ്പോഴാണ് ജീവിതത്തിൻ്റെ വഴി തിരിയുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലാത്തതുകൊണ്ട് അതേ മൈൻഡിൽ നമ്മളെ വിഷമിപ്പിച്ചവനാണെങ്കിലും നാളെ നമ്മുടെ മുമ്പിൽ ഭക്ഷണമില്ലെന്ന് പറഞ്ഞു വന്നാൽ, അവന് വസ്ത്രമില്ലെന്ന് പറഞ്ഞു വന്നാൽ, ഈ ജോസഫ് കാണിച്ച അതേ മര്യാദയാണ് നമ്മളും കാണിക്കേണ്ടത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഈശോയെ സ്നേഹിക്കുന്ന നമ്മൾ ചെയ്യേണ്ടത് അന്ന് ഈ ജോസഫ് കാണിച്ചു തന്ന മര്യാദയാണ്. നമ്മളെ വിഷമിപ്പിച്ചവനും അപമാനിച്ചവനും ആണെങ്കിൽ പോലും അവൻ കാരണം അവർ പക്ഷേ നമ്മൾ വളർന്നു വന്നതെന്ന് ഓർക്കുക. അല്ലെങ്കിൽ ആ വ്യക്തി കാരണം നമുക്ക് എന്തൊക്കെ നഷ്ടം ഉണ്ടായിക്കൂ, അവന് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ അവന് ഭക്ഷണം കൊടുക്കാനും, ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന് വെള്ളം കൊടുക്കുവാനും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ജോസഫ് എന്നുള്ളത്. അപ്പോൾ 3ാമത്തെ പ്രവാസം ഇതായിരുന്നു. ആദ്യത്തേത് ദൈവം വിളിച്ച് വേർതിരിച്ച് കൊണ്ടുപോയ അബ്രഹാമിൻ്റെ പ്രവാസമാണെങ്കിൽ, 2ാമത്തേത് ജോസഫിനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടിട്ട് പോയ പ്രവാസമാണെങ്കിൽ, 3ാമത്തേത് ആ ജോസഫിൻ്റെ അടുത്തേക്ക് ഭക്ഷണം തേടിയെത്തുന്ന യാക്കോബും മക്കളുടെയും പ്രവാസമാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പിന്നീട് കാണാൻ പറ്റുന്നത്, ഇതെല്ലാം ദൈവ നിശ്ചയപ്രകാരം നടക്കുന്നതാണെങ്കിൽ 4ാമതൊരു പ്രവാസം നമുക്ക് നന്നായിട്ട് കാണേണ്ടത് എവിടെയാണെന്നറിയാമോ? രാജാക്കന്മാരുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ പ്രവാചകന്മാരോട് എല്ലാം ദൈവം സംസാരിച്ചിട്ടും ഈ മരുഭൂമിയിലൂടെ മന്ന കൊടുത്ത് അഗ്നിയായിട്ട് കൂടെ നടന്ന ദൈവത്തെ മറന്ന് സിനായി മലയിൽ വെച്ച് ഉടമ്പടി മുദ്ര ചെയ്ത് നിങ്ങൾ എൻ്റെ സ്വന്തം ജനമാണെന്ന് മോശയിലൂടെ സംസാരിച്ച ദൈവത്തെ മറന്ന് ഇവരെന്ത് ചെയ്തു? അന്യ ദൈവങ്ങളെ, കാളക്കുട്ടികളെ സേവിക്കുന്ന ഇസ്രായേൽ ജനത്തിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. BC 500കളിൽ നടക്കുന്ന പ്രവാസമാണ് പിന്നത്തെ അടുത്ത പ്രവാസം. അതൊരു ദൈവ ശിക്ഷണം തന്നെയായിരുന്നു. ആ ശിക്ഷണത്തിലേക്ക് ഇസ്രായേൽ ജനം പോയതെങ്ങനെയാണ്? ദൈവത്തെ മറന്ന് അന്യ ദൈവങ്ങളെ പൂജിച്ച് അവരെ ആരാധിച്ചപ്പോൾ ദൈവം സർവ്വ രീതിയിലുള്ള വാണിംഗും കൊടുത്തു.
പ്രവാചകന്മാർ ഓരോരുത്തരായി അവിടെ പോയി പറഞ്ഞു. പ്രവാസത്തിൻ്റെ കാലഘട്ടത്തിലുള്ള പ്രവാചകന്മാർ, യെശയ്യാ പ്രവാചകനുണ്ട്, എസെക്കിയേൽ പ്രവാചകനുണ്ട്, ജെറമിയ പ്രവാചകനുണ്ട്. പ്രവാചകന്മാരെല്ലാം ശക്തമായി പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പോയാൽ, ദൈവത്തെ വിശ്വസിക്കാത്തതിന് പകരം അന്യ ദൈവങ്ങളെ വിശ്വസിച്ചാൽ, അന്യ ദൈവങ്ങളെ ആരാധിച്ചാൽ, ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്, നിങ്ങളെ വഴി നടത്തിയതാണ്, ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് പ്രവാസമാണ്. ജെറമിയായൊക്കെ വളരെ ശക്തമായി പ്രവചിച്ചപ്പോൾ കള്ളപ്രവാചകന്മാർ പറഞ്ഞു, ഇസ്രായേലിൽ നിന്ന് ഒരിക്കലും ദൈവചൈതന്യം പോകില്ല, നിങ്ങൾക്ക് ആർക്കും ഒരു ശിക്ഷ ഉണ്ടാകില്ല, നിങ്ങളെ ഒരിക്കലും ദൈവം ശിക്ഷിക്കില്ല, നിങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപ നഷ്ടമാകില്ല. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു? അനുദിനം നല്ല പ്രവാചകനായ അല്ലെങ്കിൽ കർത്താവിൻ്റെ പ്രവാചകനായ ജെറമിയായെ പൊട്ടക്കിണറ്റിലിടുകയും കള്ളപ്രവാചകന്മാരെ വിശ്വസിക്കുകയും അവർ പറഞ്ഞതനുസരിച്ച് സർവ്വതിന്മകളിലും മുഴുകി ജീവിക്കുകയും അന്യദൈവങ്ങളെ ആരാധിക്കുകയും ചെയ്തു. അവസാനം എന്ത് ചെയ്തു? ദൈവം എല്ലാ പ്രവാചകന്മാരിലൂടെയും സംസാരിച്ചിട്ടും ഇവർ തിരിഞ്ഞു വരാത്തത് കൊണ്ട് ഇവരെ ബാബിലോൺ പ്രവാസത്തിലേക്ക് വിട്ടു. അവിടെ ഇവർ ദൈവാരാധനയില്ലാതെ, ദൈവമെന്ന് കേൾക്കാതെ ഇവർ പ്രവാസ ജീവിതം നയിക്കേണ്ടി വന്നു. ഇസ്രായേൽ ജനം ദൈവസന്നിധിയിൽ പാപം ചെയ്തു. സോളമൻ പണിത ദേവാലയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപ ഒരിക്കലും നഷ്ടപ്പെടുകയെന്ന് ഇവർ പറഞ്ഞു, കള്ളപ്രവാചകന്മാർ പറഞ്ഞു ഫലിപ്പിച്ചെങ്കിൽ ദൈവത്തിൻ്റെ ഇവരോടുള്ള കരുതൽ അന്യദൈവങ്ങളെ ആരാധിച്ചപ്പോൾ അത് ഇവർക്ക് നഷ്ടമായി. ഇവർക്കത് സ്വീകരിക്കാൻ പറ്റിയില്ല. ദൈവം അവരെ ഉപേക്ഷിക്കുകയല്ല, അവർ ദൈവത്തെ മറന്ന് അന്യദൈവങ്ങളുടെ പുറകെയാണ് പോയത്. അപ്പോൾ പ്രവാസ ജീവിതം, വർഷങ്ങളോളം ഇവർ പ്രവാസ ജീവിതം നയിച്ചു. ഇവർ വളരെയധികം കഷ്ടപ്പെട്ടു. ഇസ്രായേൽ ബാബിലോണിൽ കടന്നു. അവിടെ നിന്നുകൊണ്ടാണ് എസ്രാ നെഹമിയയുടെ കാലഘട്ടത്തിൽ അവർ കരഞ്ഞ് ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ ദൈവം അവർക്ക് ഉത്തരം നൽകുകയും ഇസ്രായേലിൻ നെഹമിയയുടെയും കാലത്ത് വീണ്ടും വന്ന് ഇസ്രായേലിൽ ദേവാലയവും നഗരവും പുതുക്കിപ്പണിയുകയും ആ പ്രവാചകന്മാർ അതായത് സർവ്വ ഗാംഭീര്യത്തോടും കൂടി നിന്ന സോളമൻ പണിത ദേവാലയമെല്ലാം നബൂഖദ്നേസർ തകർത്ത് കളയുകയും ബാബിലോൺ പ്രവാസത്തിലേക്ക് രാജാവിൻ്റെ വരെ കണ്ണ് ചൂഴ്ന്നെടുത്തുകൊണ്ട് ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ രാജാവ് കണ്ണും ചൂഴ്ന്നെറിയപ്പെട്ട് സർവ്വജനങ്ങളും പ്രവാസത്തിലേക്ക് പോയ ഒരു അനുഭവം ഇസ്രായേൽ അനുഭവിക്കുകയുണ്ടായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തെ അറിയാത്ത അനേകം ജനങ്ങളുണ്ട്. ഏക ദൈവത്തെ അറിയാത്തവരും കേൾക്കാത്തവരും. അവരെ ദൈവം എപ്പോഴും വിധിക്കുന്നത് മനസാക്ഷിയിലൂടെ ആയിരിക്കും. അവർ കേട്ടിട്ടില്ല എന്താണ് ദൈവം, എന്താണ് സത്യദൈവം, അവർക്കറിയില്ല. എന്നാൽ ദൈവം കൊണ്ടു നടക്കുന്ന, ദൈവം കൂടെയുള്ള, ദൈവം എന്താണെന്ന് മനസ്സിലാക്കിയ, ഏകദൈവം എന്താണെന്ന് അറിയാവുന്ന, അത് രുചിച്ചറിഞ്ഞ ഇസ്രായേൽ ജനം ആ ദൈവത്തെ വിട്ട് കാളക്കുട്ടിയെ ആരാധിക്കാൻ പോയപ്പോൾ ഇവർക്ക് വരുന്ന ഓരോ ശിക്ഷണവും, ശിക്ഷയൊന്നുമല്ല, ശിക്ഷണമാണ്. അപ്പൻ മക്കളെ തല്ലുന്നത് പോലെ ചിലയിടത്ത് നല്ല തല്ല് കിട്ടാതെ മക്കൾ വളർന്നു വന്നാൽ നാട്ടുകാരവരെ തല്ലേണ്ട ഗതികേട് വരും, അല്ലെങ്കിൽ പോലീസുകാരവരെ തല്ലേണ്ട ഗതികേട് വരും. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അപ്പന് തല്ലിയാലും പ്രശ്നമാണ്, അല്ലെങ്കിൽ നാട്ടുകാർക്ക് തല്ലിയാലും പ്രശ്നമാണ്, ടീച്ചേഴ്സ് തല്ലിയാലും പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഈ കുട്ടിയെ ഒരാൾ നേരെ നിന്ന് ഒരു ധൈര്യപൂർവ്വം രണ്ട് വാക്ക് പറയുകയോ ശിക്ഷിക്കുകയോ ചെയ്താൽ ഇവന് ചിലപ്പോൾ ഒരുപക്ഷെ ജീവൻ തന്നെ വെടിയും, അല്ലെങ്കിൽ ഗവൺമെൻറ് കേസെടുക്കും. ഈ ഒരു സംവിധാനമല്ല നമ്മൾ ബൈബിളിൽ കാണുക. ശിക്ഷിക്കുന്ന ദൈവത്തെ, ശിക്ഷണം നൽകുന്ന ദൈവത്തെയാണ്. ദൈവം വാണിംഗ് കൊടുക്കും, പക്ഷേ അവരെ ശിക്ഷണത്തിലൂടെ നയിക്കും. അതുകൊണ്ട് സ്നേഹിക്കുന്നുണ്ടോ, തൻ്റെ മകനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണെന്ന് ഒരപ്പൻ മനസ്സിലാക്കിയിട്ട് ആ അപ്പൻ ഒരിക്കലും മകനെ തിരുത്തുകയോ രണ്ടടി വെച്ച് കൊടുക്കാതിരിക്കാൻ പറ്റുകയില്ല. അത് അപ്പനായതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ തന്നെ പിതാവായ ദൈവം ചെറിയ ശിക്ഷണങ്ങളിലൂടെ തൻ്റെ ജനത്തെ തിരിച്ചു പിടിക്കും. അതാണ് ബാബിലോൺ പ്രവാസം. അവർക്ക് മനസ്സിലായി, തങ്ങളുടെ തെറ്റ് മനസ്സിലായി. അവർ ദൈവസന്നിധിയിലേക്ക് പോയവരാരുമല്ലെങ്കിലും വർഷങ്ങളോളം അവിടെ കിടന്ന് പോയവരിൽ ഭൂരിഭാഗവും അവിടെ തന്നെ മരിച്ചു കാണും. എന്നാൽ അടുത്ത തലമുറയെങ്കിലും കുറച്ച് പേരെയും കൊണ്ട് 12 ഗോത്രങ്ങളിൽ കുറച്ച് ഗോത്രങ്ങളെ തിരിച്ചു പോലും വരുന്നുള്ളൂ. ഇതെല്ലാമാണ് നമ്മൾ ഈ ബൈബിളിൻ്റെ ചരിത്രത്തെ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തെ നിഷേധിച്ച്, ദൈവവചനത്തെ നിഷേധിച്ച്, ദൈവാരാധന വേണ്ടെന്ന് പറഞ്ഞ്, ദൈവത്തിനോട് സ്നേഹമില്ലാതെ അവനവൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോഴെല്ലാം കൃത്യമായ ഉത്തരം ഈ സമൂഹം പറയേണ്ടി വരും. ഒരു രാജ്യത്താണെങ്കിൽ ദൈവത്തെ സ്നേഹിക്കാത്ത, ദൈവവുമായിട്ടൊരു ബന്ധവുമില്ലാത്ത, ദൈവകൽപ്പനകളോ ധാർമ്മികതയോ ഇല്ലാത്ത ഒരു ഭരണ സംവിധാനമാണ് ഓടുന്നതെങ്കിൽ ആ രാജ്യം തന്നെ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും. ഇത് ലോക ചരിത്രത്തിൻ്റെ ഹിസ്റ്ററിയുടെ ഭാഗം തന്നെയാണ്.
ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ രാജാക്കന്മാരുടെ പുസ്തകങ്ങളിലൂടെ എല്ലാം നോക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവവചനത്തെ ബഹുമാനിക്കുന്ന രാജാക്കന്മാരെ രാജ്യം ഭരിക്കുമ്പോൾ രാജ്യം സമാധാനപൂർണ്ണമായിരുന്നു. ദാവീദിൻ്റെയൊക്കെ കാലഘട്ടം അതാണ്. യുദ്ധങ്ങളും ഒക്കെ രാജ്യാന്തരം അതൊക്കെ നടക്കും. എന്നാൽ ജനങ്ങൾ സമാധാനത്തോടെ ദൈവത്തോട് ചേർന്ന് ജീവിച്ചു. എന്നാൽ സോളമൻ്റെ മക്കളുടെ കാലമായപ്പോൾ ഛിന്ന ഭിന്നമായ ഒന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് പ്രവാസ ജീവിതം എന്ന് പറയുന്നത് ദൈവം നിയോഗിക്കുന്ന അനിവാര്യമായ പ്രവാസവുമുണ്ട്. നമ്മൾ തന്നെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പോകേണ്ടി വരുന്ന പ്രവാസ ജീവിതമുണ്ട്. ചിലപ്പോൾ അപമാനിക്കപ്പെട്ട് ആ നാട്ടിൽ നിൽക്കാതിരിക്കാൻ വേണ്ടി പോകുന്ന പ്രവാസ ജീവിതമുണ്ട്. പല രീതിയിലുള്ള പ്രവാസ ജീവിതങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ മാർപ്പാപ്പയുടെ ഒരു മെസ്സേജുണ്ട്. ഈ ദിവസങ്ങളിൽ മാർപ്പാപ്പ കുടിയേറ്റക്കാരുടെ രാജ്ഞി എന്ന്, അതായത് പരിശുദ്ധ കന്യാമറിയത്തെ ഇങ്ങനെ പ്രവാസത്തിലേക്ക് പോകുന്നവരുടെ എല്ലാ സങ്കേതവും രാജ്ഞിയുമായിട്ട് മാർപ്പാപ്പ ലുത്തിനിയായി കൂട്ടിച്ചേർത്തൊരു വാക്യം നമുക്കറിയാം. അതുപോലെ തന്നെ മാർപ്പാപ്പയുടെ ഒരു സന്ദേശമാണ്, കുടിയേറ്റങ്ങൾ അല്ലെങ്കിൽ പ്രവാസങ്ങൾ അനിവാര്യമാണ്. എന്നാൽ അനിവാര്യമല്ലാത്ത പ്രവാസം അത് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് തന്നെ സഭ പഠിപ്പിക്കാൻ തുടങ്ങി. കാരണം പലപ്പോഴും ആവശ്യമില്ലെങ്കിലും പ്രവാസത്തിലേക്ക് പോകുമ്പോൾ പല സ്ഥലങ്ങളിലും അത് പ്രതിഫലിക്കുന്നത് പല വിധത്തിലുള്ള നെഗറ്റീവ് റിസൾട്ട് തന്നെയായിരിക്കും. എന്നാൽ അനിവാര്യമായ പ്രവാസങ്ങളുണ്ട്. എവിടെയായിരിക്കുന്നു അവിടെ ദൈവത്തോടു കൂടി ആയിരിക്കുക, ദൈവത്തിൻ്റെ വചനത്തോടു കൂടി ആയിരിക്കുക, കൂദാശകളെ സ്നേഹിച്ചുകൊണ്ട് പ്രവാസ ജീവിതം നയിക്കുക, പ്രാർത്ഥനയോടെ പ്രവാസ ജീവിതം നയിക്കുക. എവിടെ പോയാലും ആരെല്ലാം തഴഞ്ഞിട്ടാണ് പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്നതെങ്കിലും അവിടെ എൻ്റെ ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന പ്രവാസ ജീവിതം നയിക്കുവാൻ നമ്മൾ ശ്രമിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യുമ്പോൾ മരുഭൂമിയാണെങ്കിലും ലോകത്തിൻ്റെ ഏത് രാജ്യമാണെങ്കിലും ദൈവം കൂടെ നിൽക്കും, ദൈവം നമ്മളെ സഹായിക്കും. പ്രവാസ ജീവിതം നമുക്ക് ഒരുപക്ഷെ വേദനയും കണ്ണുനീരുമൊക്കെയാണ് പലർക്കും. 90% നമ്മൾ കാണുന്ന ആർഭാടമൊന്നുമല്ല. സാധാരണക്കാരുടെ ജീവിതം പലപ്പോഴും മരുഭൂ ജീവിതം തന്നെയാണ്, ഏത് ലോകത്തിൽ ജീവിച്ചാലും. എന്നാൽ അവിടെ കൂടെയുള്ളത് ദൈവമാണ്. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അനിവാര്യമായ പ്രവാസം മാത്രം ചെയ്തുകൊണ്ട് ആവശ്യമില്ലാത്ത പ്രവാസ ജീവിതത്തിനല്ല നമ്മൾ ഒരുങ്ങേണ്ടതെന്നും കൂടെ ഓർത്തുകൊണ്ടും നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പുതിയ എപ്പിസോഡിൽ നമുക്ക് തീർച്ചയായും വീണ്ടും കാണാം. ആമേൻ. ഇരുളിനെ അകറ്റിടുവാൻ പാവന ജീവിത മാതൃക നൽകി നീതിയിൻ സൂര്യനായി പാരിടത്തിൽ കാൽവരി മേൽ നാഥനീശുവിൻ യാതനകൾ മനുകുല പാപത്തിൻ ഇരുളിനെ അകറ്റിടുവാൻ പ്രതിഫലിച്ചിടണം ജീവിതത്തിൽ മശിഹാ
മനുകുല പാപത്തിൻ ഇരുളിനെ അകറ്റിടുവാൻ പാവന ജീവിത മാതൃക നൽകി നീതിൻ സൂര്യനായി പാരിടത്തിൽ കാൽവരിമേൽ നാഥനീശുവിൻ യാതനകൾ മനുകുല പാപത്തിൻ ഇരുളിനെ അകറ്റിടുവാൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappad.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി